ഞങ്ങൾ ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ കണ്ടാലറിയാം, അത് ഞങ്ങൾ മൂന്നാർ പോയ വീഡിയോ ആയിരുന്നു. അത് മൂന്നാറിലെ ഞങ്ങളെ സെക്കൻഡ് ഡേ ആയിരുന്നു. ഇതാണ് ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെളുപ്പിന് 3:30-ക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു 12:30 ആകുമ്പോഴത്തേക്ക് മൂന്നാർ എത്തി. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഫുള്ള് ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഫ്രഷപ്പ് ചെയ്ത് നേരെ പോയത് ആനയിറങ്കൽ ഡാം കാണാനാണ്. നമ്മൾ ഈ ആനയിറങ്കൽ ഡാമിലേക്ക് പോകുന്നത് ഈ ഗ്യാപ്പ് റോഡ് വഴിയാണ്. ഗ്യാപ്പ് റോഡിൽ നിന്നുള്ള ഈ സാഹസികതയാണ് ഈ കാണുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും, ഗ്യാപ്പ് റോഡ് ഇപ്പം മെയിനായിട്ട് സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ചൂട്ട എൻ്റെ കയ്യിലിരുന്ന് കാണിക്കുന്നത് ഞാൻ കൈ കൊണ്ട് കാണിച്ചത് എന്താണോ അതുപോലെ അവനും കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എന്തോ ഒന്ന് കാണിച്ചു അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പിന്നെയും പോയി. ഞങ്ങൾക്ക് സമയം തീരെ കുറവായിരുന്നു. ഉച്ചയ്ക്ക് അവിടെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം നേരം ഉണ്ടായിരുന്നില്ല. കുട്ടിയുള്ളതുകൊണ്ട് തന്നെ അധികം ലേറ്റ് ആവാതെ തിരിച്ചു വരണം എന്നുള്ളതിലാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു വാട്ടർഫാൾസ് കണ്ടു. പക്ഷെ അവിടെ അപ്പോഴും ക്ലൗഡ് തന്നെയായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു, സഞ്ചാരികൾ നല്ലതായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ആ വാട്ടർഫാൾസ് ഏതാണെന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. പിന്നെയാണ് അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചിന്നക്കനാൽ വാട്ടർഫാൾസ് ആണത്. പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങ് പോന്നു. പിന്നെയും കുറേ ദൂരം ഇങ്ങനെ ഈ ഗ്യാപ്പ് റോഡ് കാണാൻ അടിപൊളിയാണ് കേട്ടോ. പണ്ട് ഈ ഗ്യാപ്പ് റോഡ് ഒരു ഗ്യാപ്പ് റോഡ് ആയിരുന്നുകൊണ്ടാണ് അതിനെ ഇപ്പോഴും ഗ്യാപ്പ് റോഡ് തന്നെ വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ റോഡ് ഇപ്പോൾ അടിപൊളി റോഡാണ്, ഗ്യാപ്പ് റോഡൊന്നുമല്ല. സൂപ്പറായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു, ഡ്രൈവേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റോഡായിരിക്കും അത്. അങ്ങനെ ഞങ്ങൾ നേരെ ആനയിറങ്കൽ ഡാമിൻ്റെ അവിടെ എത്തി. ആനയിറങ്കൽ ഡാമിൻ്റെ അവിടെ എത്തി ഞങ്ങൾ താഴേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല. അവിടെ മേലെ നിന്ന് കുറച്ച് നേരം, അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായൊരു സമയം പോലെ അപ്പോൾ ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ മേലെ നിന്ന് കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് മെല്ലെ ഇങ്ങ് പോന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്ക് അച്ചൂട്ടൻ ഉറങ്ങി. അത് കഴിഞ്ഞ് തിരിച്ച് ടൗൺ എത്താനായപ്പോഴാണ് ഞാനീ ഇരിക്കുന്നത്. അച്ചൂട്ടൻ ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് എണീച്ച് നടക്കാനൊന്നും പറ്റിയില്ല. അവൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. പിന്നെ ഞാൻ അവിടെ ഇരുന്നു. രാവിലെ 3:30-ക്ക് തുടങ്ങിയ യാത്രയായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായിരുന്നു ആ സമയമായപ്പോഴത്തേക്കും. പിന്നെ അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ഞങ്ങൾ മെല്ലെ ഇങ്ങ് പോന്നു. ഇത് ശരിക്കും പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ തന്നെയാണ്. പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക്, പിറ്റേന്നല്ല അന്നും നല്ല തണുപ്പ് തന്നെയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക്, രാത്രി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. അതാണ് ഞാൻ ഈ റോബിൻ ഹുഡ് പോകുന്ന പോലെ പോകുന്നത്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.